ആ ക്ലിപ്പുകൾ കയ്യിലുള്ള ആരെങ്കിലും റൈസ് ഹാൻഡ് ചെയ്യും. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ പറയുന്നതിന്റെ പിന്നിൽ ഇവരോടുള്ള പ്രത്യേകമായൊരു വൈരാഗ്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഇവരോട് ആരോട് വ്യക്തിപരമായി നമുക്കൊരു വിദ്വേഷവും നിലനിൽക്കുന്നില്ല, ഒരു വിദ്വേഷവും നിലനിൽക്കുന്നില്ല. ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുഷാവറ ക്ലിപ്പാക്കി വിടേണ്ട ഗതികേടുണ്ടായിരിക്കണോ? മുഷാവറയുടെ തീരുമാനങ്ങൾ അവരുടെ നേതാക്കന്മാര് ആരെങ്കിലും കുറിച്ച് കണ്ട് പ്രസംഗിച്ച അല്ലേ, ഒരാളെ പുറത്താക്കി എന്ന് അവര് ഇപ്പൊ ബഹുമാനപ്പെട്ട കമറുൽ ബഹുമാനപ്പെട്ട ശംസുലുലമയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് അല്ലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ആരെങ്കിലും ഒരാളെ പുറത്താക്കി എന്ന് പറഞ്ഞാലേ ആ ആളുകളെ ക്ലിപ്പ് ഉണ്ടാക്കി ഉടണം, എന്നാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ, ഉള്ളാൾ കുഞ്ഞിക്കോയ തങ്ങളെ, ചിത്താരി ഹംസ മുസ്ലിയാരെ, മാനുപ്പ മൗലിയാരെ, ഈ ആളുകളെയൊക്കെ പുറത്താക്കി എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ട് അവരെ പുറത്താക്കിയത് ക്ലിപ്പ് കാണണമെന്ന് പറഞ്ഞോ? കണ്ണിറ്റി ഉസ്താദിന്റെ ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമന്റെ ക്ലിപ്പ് വേണമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ജനറൽ സെക്രട്ടറി ക്ലിപ്പ്, ജനറൽ സെക്രട്ടറിയുടെ വീഡിയോ ക്ലിപ്പ് വന്നാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് ഏതെങ്കിലും ഒരു സുന്നി പറഞ്ഞോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറിയുടെ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? ഇവരുടെ സംഘടനയുടെ, ഇവരുടെ ബഹുജന സംഘടനയുടെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഇവർ പത്രസമ്മേളനങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ അല്ലേ, പോരാത്തത് ഇവരുടെ പ്രഭാഷണ വേദികളിൽ മുഴുവൻ ഇവർക്കെതിരെ ആഞ്ഞടിച്ച് സംസാരിച്ചിട്ടും ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. പക്ഷെ എ പി ഉസ്താദ് വിട്ടിട്ടില്ല. ഇവരുടെ അനുഭവം പറയണത്. ഇവരെ തീരുമാനിച്ചാലും എ പി ഉസ്താദ് ഹാഫിളിനെ വിട്ടിട്ടില്ല. എ പി ഉസ്താദിന്റെ ഹിഫിൾ ഇപ്പോഴും എന്താ ഹാഫിളാണ്? കോട്ടൂരോ അല്ല, എന്താണ് ഹാഫിളിന്റെ നാടിന്റെ പേര്? കുരുവട്ടൂർ ഹാഫിൾ തന്നെയാണ് ഹിഫിൾ നൽകുന്നത് എന്നാണ് എ പി പറഞ്ഞു നടക്കുന്നത് അല്ലേ? കുരുവട്ടൂർ ഹാഫിൾ തന്നെയാണ് എ പിക്ക് ഹിഫിൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൂപ്പര ഇയാൾ വിട്ടിട്ടില്ല, എ പി വിട്ടിട്ടില്ല, ഹക്കീം വിട്ടിട്ടില്ല. അത് ജനങ്ങൾ അത് അവർക്ക് അറിയുന്ന കാര്യം തുറന്നു പറഞ്ഞു. നൗഷാദ് ഹസനി ഈ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. നൗഷാദ് ഹസനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിപ്പാക്കിയിട്ട് മുഷാവറിൽ ഇടുവാങ്ങി നൗഷാദ് ഹസനി പറഞ്ഞില്ലേ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മുഅ്ജിസത്ത് മുറിഞ്ഞുപോയി എന്ന വാദങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒറ്റക്കെട്ടായ തീരുമാനമാണെങ്കിൽ നിങ്ങൾ 4 ആളുകൾ ഇരുന്നിട്ട് ആ തീരുമാനം എന്ന് പ്രഖ്യാപിക്കും അല്ലേ? നൗഷാദ് ഹസനി വെല്ലുവിളിച്ചു. ആ 40 ആളുകൾ ഇരുന്നിട്ട്, അല്ലെങ്കിൽ 40 ആളും കൂടി കൂട്ടിക്കൊണ്ടിട്ട് 80 ആൾ എന്നാലും വേണ്ടി ആ തീരുമാനങ്ങളൊന്ന് പ്രഖ്യാപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് മുറിഞ്ഞു എന്ന് നിങ്ങൾ മുഷാവറയുടെ തീരുമാനങ്ങളൊന്ന് പ്രഖ്യാപിക്കും. നൗഷാദ് ഹസനി വെല്ലുവിളിച്ചു. ഇതൊന്ന് ക്ലിപ്പുണ്ടാക്കി പുറത്തുവിട്ടാണി. കാന്തൂരെന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് മുറിഞ്ഞു എന്ന വാദക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ മുറിഞ്ഞു എന്ന വാദമാണ്. ഞങ്ങളുടെ സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ എല്ലാവർക്കും ഒരു തീരുമാനമായതുകൊണ്ടാണ്. ഇയാൾക്കൊരു തീരുമാനമാണ്, കോട്ട് ഊരിയാനൊരു തീരുമാനമാണ്, കോട്ടിട്ട മൂല്യവർക്കൊരു തീരുമാനമാണ് അല്ലെ, കോട്ടുവായിട്ട മറ്റേ മൂല്യവർക്കൊരു തീരുമാനമാണ്, മറ്റേ തലയിൽ തട്ടടാത്ത നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ തലയിലെ തലയിക്കെട്ടൊന്ന് അയച്ചു വെച്ചാൽ വഹാബിയാണ് നിങ്ങൾ പ്രസംഗിക്കലുണ്ടല്ലോ. ആ അർത്ഥത്തിൽ വഹാബിയായ മൗലവിക്കുള്ള അഭിപ്രായം അതാണ് അല്ലേ? ഇതൊക്കെ പറച്ചോ നിങ്ങളെ കൊണ്ടെന്ന് കാണിച്ചാണ്. ഞങ്ങളെ ഏതെങ്കിലും മൂല്യമാര് പ്രസംഗിക്കുന്ന സമയത്ത് അമീദ് ഫൈസിനെ പോലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു സമയത്ത് വല്ലാതെ തലയിൽ ചുടുന്ന സമയത്ത് ഒന്ന് എടുത്തുകാണ്ട് ഒന്ന് വെച്ചിട്ട് ഒരു സെക്കൻഡ് തലയെക്കെട്ടൊന്ന് അയച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ കെട്ടാൻ വേണ്ടി ഒന്ന് അയച്ചു വെച്ചൊരു സമയം ഉണ്ടെങ്കിൽ അതെടുത്ത് ക്ലിപ്പാക്കിയിട്ട് വിടുക. കാരണം നിങ്ങൾ പറയുന്നത് തന്നെ വഹാബിനെ പോലെയാണ്. വാക്കുകൾ മാത്രമല്ല, ആ ക്ലിപ്പ് മുഴുവൻ നിങ്ങളെ കൊണ്ട് അല്ലാഹു അങ്ങനെ നിങ്ങളെ മുഷാവറ യോഗം മുഴുവൻ തലയിൽ കെട്ടുക എന്നൊരു സുന്നത്തന്നെ എടുക്കാത്തൊരു മനുഷ്യനെ നിങ്ങളെ ഏപ്പിന്റെ അപ്പുറത്തന്നെ എത്തിക്കാണ്ട് അല്ലാഹു പുറത്തുകൊണ്ട് ഉടിപ്പിച്ചു. ഹമീദ് ഫൈസിന്റെ കറാമത്താണ് നല്ലട്ടോ പറയണത്. പക്ഷെ നിങ്ങളെ കുരുത്തക്കളാണ് ഇതിലെ കാര്യത്തിൽ സംശയം. ഹമീദ് ഫൈസിക്ക് കറാമത്തുണ്ട് എന്നുള്ള വാദമല്ല പറയണത്. പക്ഷെ നിങ്ങൾക്ക് കുരുത്തക്കളുണ്ട് ഇതിലെ കാര്യത്തിൽ സംശയമല്ല അല്ലേ? ഇത് സമസ്തനെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ ഹമീദ് ഫൈസിനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുരുത്തക്കേട് കിട്ടും, അല്ലാതെ വേറെ ഉണ്ടായിട്ട് പറയല്ല. ഇതൊക്കെ എന്തെങ്കിലും ആലോചിച്ച് നോക്കാൻ നിങ്ങൾ.
ഇതൊക്കെ വലിയ സംഭവമല്ലേ? നൗഷാദാസിനെ അടുത്ത് ചോദിച്ചു. ഉടൻ അടുത്തൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാല വഫാത്തിന് ശേഷം മാത്രമല്ല അവിടുത്തെ ശരീരഭാഗങ്ങൾക്ക് നേലുണ്ട് എന്നല്ല, അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ അവിടുത്തെ തിരുശരീരത്തിന് നേലുണ്ടായിരുന്നു. സൂര്യന് താഴെ വരുന്ന സമയത്ത് പോലും, നട്ടുച്ച നേരത്ത് നടന്നു വരുന്ന സമയത്ത് പോലും അവിടുന്ന് നേല് കണ്ടിരുന്നു എന്നുവരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മുഷാവറ കൂടിയിട്ടൊന്ന് ക്ലിപ്പിടുവോ? നൗഷാദാസിന്റെ ചോദ്യങ്ങൾക്ക് എന്താ നിങ്ങൾ മറുപടി കൊടുക്കാത്തു? അപ്പൊ നൗഷാദാസിന്റെ ചോദ്യങ്ങൾക്കല്ല നിങ്ങൾ മറുപടി കൊടുക്കുന്നത്, നിങ്ങളുടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ അല്ലേ? ആ അനുഭവങ്ങൾ അവർ തുറന്നു പറയുമ്പോ നിങ്ങളെ സംഘടനകൾക്ക് ഇടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഹാഫിളുമായുള്ള ബന്ധത്തെ നിങ്ങൾക്കിടയിലുള്ള ചർച്ചയാണ്. പേരോടും പൊന്മളയും ഒരുമിച്ച് തള്ളിപ്പറഞ്ഞാൽ പിന്നെ അത് മൗലൂആയി, പിന്നെ അംഗീകരിക്കാൻ പറ്റൂല. രണ്ടാൾ ഒരുമിച്ച് തള്ളിപ്പറഞ്ഞു അല്ലേ, പിന്നെ ആ സംഭവം സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ രണ്ടാളും ഒരുമിച്ച് തള്ളിപ്പറഞ്ഞൊരു സംഭവത്തെ പുണരാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തയ്യാറായപ്പോ അദ്ദേഹത്തെ ഇരുന്നോടുത്ത് വെച്ചുകൊണ്ട് ഫസു റെഡിയാണോ? ക്ലിപ്പ് റെഡിയാ? ഹലോ, ഓക്കെ ഇൻഷാ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുലമ മുശാവറയിലൊരു ഉസ്താദുമാരോട് നേതാക്കന്മാരോട് ഒരു സംശയം ചോദിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുലമ മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് തിരുവട്ടൂർ ഹാഫിദ് അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഏകീകരണമായൊരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഉസ്താദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രചരിപ്പിക്കുന്നത് അത് പിന്മണിയും പേരുകൊണ്ട് ഒരു ഗൂഢതന്ത്രമായൊരു പരിപാടിയാണ്. ഏകീകരണമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും ലഗീസ അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സമസ്തയുടെ തീരുമാനവും ഉസ്താദുമാരുടെ മറുപടിയാണ് എനിക്ക് ആവശ്യമുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാഹ് ഈ കാലമത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല, ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. അവിടെ ആ മുഖം ഒന്നും കൂടി ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് ലാർജ് ചെയ്ത് കാണിപ്പിക്കും. ആ പച്ചക്കള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ തന്നെ ഞങ്ങളൊക്കെ തരീഖത്തേരാണെന്ന് പറയണ, പിന്നെ ഇതിൽ തന്നെ ഈ ക്ലിപ്പിൽ തന്നെ അയാൾ പറഞ്ഞു ഞങ്ങളൊക്കെ തരീഖത്തേരാണ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു ഹക്കായ തരീഖത്താണ്, ഞാൻ കൂടാൻ തയ്യാറല്ല, ഞാൻ ചേരൂല. അപ്പൊ അത് ഇവിടെ വെച്ച് നുണ പറയുന്ന അയാൾ ആ മുഖം ഒന്നും കൂടി വലുതാക്കി കാണി. അതെ, ഇനി മൂപ്പര് പറയട്ടെ അല്ലേ? അങ്ങനെ പറയാൻ പറ്റേ? അവരെ യോഗത്തിലെ അവരെ തീരുമാനങ്ങൾ ഒക്കെ ഒറ്റക്കെട്ടാണ്, ഒരെതിരഭിപ്രായമല്ല. അവരാളുകൾക്കിടയിൽ ഒരെതിരഭിപ്രായമല്ല. എന്നാ പറയട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീകേശം കത്തുവോ? പേരോട് പൊന്മള അബ്ദുൽ ഖാദർ സഖാഫി പൊന്മള അബ്ദുൽ ഖാദർ എന്നെ ഇപ്പൊ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുവേഷം അത് കത്തുകയില്ല എന്ന വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുവേഷം കത്തുകയില്ല എന്ന AP-യുടെ വാദം ഞാൻ അംഗീകരിക്കില്ല. ഓൽക്കടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഓൽക്കടിയിൽ ആകെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം എന്തിനുള്ളൂ? സംഘടനാപരമായ തീരുമാനങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായമാണ്. അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ ഒരു ഏർപ്പാട് എന്തേ ദീനിയായ ഒരു കാര്യത്തിൽ ഇത് പറയായിരുന്നു. തങ്ങളുടെ തിരികേശമടക്കമുള്ള അവിടുത്തെ ആധാറുകൾ കത്തുമത്രേ. നിങ്ങൾ ചിന്തിക്കണം, ഇത് തന്നെയല്ലേ വഹാബിസം? ഇത് വഹാബിസമാണെന്ന് പറഞ്ഞ ഞങ്ങൾക്കാണോ പ്രശ്നം? ഇത് പറഞ്ഞ ബൽക്കാണോ പ്രശ്നം? അത് ശരിക്കും ചിന്തിച്ചോളൂ. മൂപ്പര് പറയാണ്, മൂപ്പരെന്നെ പറഞ്ഞൊരു, ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, പറയും
ഷേറെ മുബാറക് അത് ജനങ്ങളുടേതല്ല എന്ന് വരുത്താൻ വേണ്ടി അയാൾ പറയുന്നു, ഇത് കത്തിച്ചു നോക്കിയാൽ ഈ പ്രശ്നമൊക്കെ തീർന്നിനെ. അതല്ലേ അവർ പറയുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞു, അത് കത്തിക്കാൻ പറ്റില്ല. ഈ കത്തിച്ചു നോക്കി അതിൽ തീച്ചുപോയി കരിഞ്ഞുപോയി എന്ന് വെച്ചാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലെന്ന് പറയാനും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തില്ലെന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. യഥാർത്ഥം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പക്ഷെ ഈ പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞതിന് അർത്ഥം? എന്താണ്? കത്തും എന്ന് എ പി ഉസ്താദ്, കത്തുകയില്ല എന്ന് എ പി ഉസ്താദ് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അതിന് യോജിക്കുന്നില്ല. നല്ല അഭിപ്രായമാണ് അല്ലേ? ഇമാര് സത്യം പറഞ്ഞൊരു മുത്തുകൾ നിങ്ങൾ വേറെ കണ്ടുക്കണോ? മുത്തുമണി മാണിക്കല്ല് സ്നേഹസംവാദപ്പാണെങ്കിൽ ഇവരൊരു സ്നേഹസംവാദമാണ്. ഇപ്പൊ ആ മുഖത്തൊരു ഉമ്മ കൊടുക്കായിരുന്നു. ഞങ്ങൾ നിങ്ങളോട് സ്നേഹസംവാദമല്ല, ഞങ്ങളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ വെറുപ്പാണ് നിങ്ങളോട്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരിൽ കള്ളവാദവുമായി വന്ന നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പാണ്. സത്യം പറഞ്ഞാൽ എന്റെ മോണിറ്റർ അല്ലെങ്കിൽ ഞാൻ കാർക്കിച്ചു തുപ്പിന്നു. അവനാന്റെ മോണിറ്റർ ആയതുകൊണ്ട് ഇപ്പൊ അവരോ തുപ്പണ്ട, പിന്നെ തുറക്കേണ്ടി വരും. ഇവർക്ക് ഇവിടെ നിന്നിട്ട് ഇവരോട് നമ്മൾ സ്നേഹസംവാദം നടത്തുന്നത് അല്ലേ? വേറെ ആരാന്റെ മോണിറ്ററിന്റെ മുമ്പിലാണ് ഞാൻ ഇരുന്നെങ്കിലും ഇപ്പൊ കാണായിരുന്നു. നിങ്ങളൊരു മോണിറ്റർ അവിടെ വെച്ചുകൂടെ കാണായിരുന്നു നിങ്ങൾക്ക്. എന്നാലും ആ മുഖം കാണുമ്പോൾ എനിക്കൊക്കെ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെ നോക്കാൻ നിങ്ങൾ ഒരു മുഷാവറ കള്ളത്തരങ്ങളാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. മുഷാവറയിൽ വെച്ച് പച്ച നുണ ഇങ്ങനെ പറയാ. പോയി മുഷാവറ എന്ന് പറഞ്ഞാലേ എന്ത് നുണ പറയത് അല്ലേ? എന്തുമാതിരി നുണ പറയാണ് നിങ്ങളൊന്ന് ആലോചിച്ച കാണി. മോശം പറ, മുഷാവറ അല്ല, നിങ്ങൾ വളരെ മോശം പറയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിലേക്ക്. അൽഹംദുലില്ലാ, ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അസ്തനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു മിനിറ്റ് പറയപ്പെണ്ണിന് മുമ്പ് വരട്ടെ. അതിന് മുമ്പൊരു കാര്യങ്ങളോ എനിക്ക് പറയാനുണ്ട്. ചിലപ്പം ഇവര് നാളെ പറയും ഉസ്താദ് നുണ പറഞ്ഞിട്ടില്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളെ സംഘടനയെക്കുറിച്ച് പറഞ്ഞതല്ല. അങ്ങനെ നാളെ അങ്ങനെ വിശദീകരിക്കും, കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അല്ലേ? നിക്ക് മുന്നിക്കോണ്ട. തങ്ങൾ പാപ്പാന്റെ മുഖമൊന്നും കാണണ്ട, മറ്റുള്ള മുഖം തന്നെ കാട്ടിയാൽ മതി. ബാക്കിന്റെ വരട്ടെ. ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ട ആരാണത്? മൗലവിമാരുണ്ടോ? നിങ്ങൾ കണ്ടൊരു മൊട്ടത്തല നോക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ എന്റെ മാഷന്മാര്? എന്താ കഥ അല്ലേ? എന്തൊരു കഥയാണ്. കുറച്ചിപ്പുറത്ത് തങ്ങളെ കരിയിൽ തങ്ങളെ കുറച്ചിപ്പുറത്ത് ഈ മുഷാവറ കയ്യോളം നോക്കൊണ്ടു മാഷ് ഒരു തൗവലും കൂടി എടുത്തിട്ട് തലയിൽ ഇടുന്നില്ല അല്ലേ?
ആ മൗലവി ഒരു തട്ടം കൂടി തലയിലുണ്ട്, ഒരു കൗമടി തലയിലിടുക. ആ പരിപാടിയില്ല. അല്ല കോളേജിൽ പോണ പെൺകുട്ടികളെ മാതിരി ഇങ്ങനെ സാള് നെട്ട് നടക്കുക. എന്ത് രസ അല്ലേ? കാണി. ഇതൊക്കെ പടച്ചോങ്ങളെ കൊണ്ട് തന്നെ കാണിച്ചാണല്ലോ. ഹമീദ് ഫൈസി അതേ കെട്ടം നയിച്ചു വെച്ചിട്ട്. ഹമീദ് ഫൈസി ആരാ? ഹമീദ് ഫൈസി മുജാഹിദ് നേതൃത്വം നൽകുന്ന കോളേജിലെ അഫ്ലുലമക്ക് പഠിച്ചപ്പോഴും കൂടി സുന്നത്ത് ജമാഅത്തിന്റെ വേഷവിധാനവുമായി കയറി ചെന്നതാണ്. അറിയങ്ങള് ഫറൂഖ് കോളേജിൽ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി പഠിക്കുന്ന സമയത്ത് തലയിൽ കെട്ടുകെട്ടി ആൺകുട്ടികളെ പോലെ ഹമീദ് ഫൈസി എന്നത്. എന്നിട്ട് ഹമീദ് ഫൈസി ഉസ്താദ് ഏതോ പ്രഭാഷണത്തിന്റെ ഏതോ ഒരു സാഹചര്യത്തിൽ കുറെ സംസാരിച്ചപ്പോ ഇത് AC ഒക്കെ റൂമിലെ ഒരു AC അത് കാണാം, നിങ്ങൾക്ക് ഇത് കാണാം. ഒരു AC, 2 ഫാൻ അവിടെ, 2-3 AC, 2-3-4 ഫാനൊക്കെ ഇങ്ങനെ തണുത്ത ഐസും കട്ടയാക്കി നിർത്തിയ സമയത്താ ആ ഒരു റൂമിന്റെ ഉള്ളിൽ ശീതീകരിച്ച് അല്ലേ, ശീതീകരണത്തിന്റെ അതിശൈത്യം കൊണ്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒപ്പം തലയിക്കട്ട വെച്ചേക്കണത്. സുന്നത്ത് ജമാഅത്താണത്. ഇതൊക്കെ ഞങ്ങൾ എന്താ പറയേണ്ടത്? ഇതൊക്കെ വഹാബീസമാണ്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിക്കെതിരെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ വഹാബീസം ആരോപിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ മുഷാവറയിൽ അല്ലേ ആരള്ളത്? ആ AC ഒക്കെ ഒന്ന് കാണുമ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ഒന്നിങ്ങനെ സ്റ്റക്കായിക്കൊള്ളുണ്ടു, ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്തോളൂ ഈ പൊട്ടത്തലി ഇതൊക്കെ കാണുമ്പോ ഒക്കെ. ഇൻഷാ അല്ലാഹ് കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫക്ക് തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞു മൂസ്ലിയാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ റഈസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും അതിൽ ഇല്ല. പിന്നെ അത് ഈ പറയുന്നത് പോലെ ഈ നൗഷാദിനെ പോലെയുള്ള ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാനും ആ സംഘടനയിൽ പിളർപ്പുണ്ടാക്കാനും പലരും പല നിലക്കും ആക്കും. അദ്ദേഹം തന്നെ ഒരു കാലത്ത് സംഘടനാ വിരുദ്ധമായ പല കാര്യങ്ങളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയുമെല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരി നിങ്ങൾ നാട്ടുകൂടി പോണ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കൂല, നിങ്ങളെ ആൾക്കാരായതുകൊണ്ടല്ലേ വിളിച്ചു ഉപദേശിച്ചത്. അപ്പൊ നിങ്ങളെ അടിയിലുള്ള സമയത്തല്ലേ മൂപ്പർ നിങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് പറയണത് ഇപ്പോ അല്ലേ? നിങ്ങൾക്ക് അടിയിലുള്ള സമയത്ത് എന്താ ഉപദേശിച്ചത്? ആ ഉപദേശത്തിന്റെ ക്ലിപ്പ് പുറത്തു വന്ന കഥ കഴിഞ്ഞില്ലേ? നല്ലോണം പറഞ്ഞോളുകൊണ്ടു. പൊന്മളക്കും പേരോടും നല്ലോണം പറഞ്ഞോളുകൊണ്ടു. അത് പുറത്തു വന്നാ കഴിഞ്ഞില്ലേ? ഞാൻ നല്ലോണം ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴെന്താ ഇപ്പൊ എങ്ങനെ ആയത്? ഇപ്പൊ പറഞ്ഞെടുത്ത സംഭവം പുറത്തേക്ക് വരികയാണ്. ബാക്കി കേട്ടിങ്ങള് ആ ഉപദേശ ക്ലിപ്പൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. അത് പുറത്തു വരുന്നതോടെ കഴിഞ്ഞില്ലേ? അല്ലേ? ഈ ഉസ്താദിൽ നിന്നുള്ള ഉപദേശം കൊണ്ടല്ലാതെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. ഉഷാദാസനി അല്ലേ? ഞാൻ അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിച്ച് ഉപദേശിക്കാറുണ്ട്. കാന്തപുരം കഴിഞ്ഞില്ല കഥ. ഉസ്താദ് പറഞ്ഞതല്ലാതെ ഞാനൊന്നും പറയാറില്ല എന്ന് നൗഷാദ് പറയുന്നു. ഞാനാണ് അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ പറയുന്നു, ഇതാരാണ് ഇയാളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഈ പേരോടിനും പൊന്മളക്കും എതിരെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് ആരാണെന്നുള്ള ആളെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കേൾക്കും. എല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ഏകകണ്ഠമായ തീരുമാനം തന്നെയാണ്. ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന്
പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയാണ് ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്തിന് അല്ലേ ഇതില് അല്ലെങ്കിൽ ആ സന്തോഷമല്ല മോത്ത് ഉമ്മാരി ഒരു ഇടങ്ങേറ് എങ്ങനെ മൂപ്പരായിരിക്കണം മുഖം കണ്ടാൽ അറിയില്ലേ മൂപ്പർ എങ്ങനെ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരാണോ അതോ എത്രമാത്രം നിർബന്ധമുണ്ട് അത് പറയാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിൽ വേറൊരു തമാശ നിങ്ങളൊരു കാര്യം ഇതിൽ ശ്രദ്ധിച്ചു. ഇങ്ങനെ നൗഷാദ് ഹസനെ ഉപദേശിച്ചു വിട്ടതാണ്, പിന്നെ അയാളിപ്പോ ഇങ്ങനെ ഉണ്ടാക്കണത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നൗഷാദ് ഹസൻ ഇപ്പൊ എവിടെയുള്ളത്? നൗഷാദ് ഹസനിയോട് ഞാൻ ഇങ്ങനെ ഉപദേശിച്ചു വിട്ടതാണ്, ഇപ്പൊ ഇങ്ങനെ എന്താണ് അയാൾ ഇപ്പോഴും ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ നൗഷാദ് ഹസനി പല സംഘടനയിലുണ്ടോ? അത് ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും? ഇയാൾ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നൗഷാദ് ഹസനിയോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടതാണ്, എന്നിട്ട് ഇപ്പോഴും അയാൾ എന്താ പറയുക? അപ്പൊ അയാൾ ഇപ്പോഴും ഇയാൾ ആളാണ് അല്ലേ? നൗഷാദ് അങ്ങനെയൊന്നും പറയരുതേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ ആളാകണ്ട, ഇവര് പുറത്താക്കിയ ആളാണെങ്കിൽ പിന്നെ എങ്ങനെ ഇവര് ഉപദേശിച്ചുകൂടി ഇടക്കിടക്ക് വിളിച്ചിട്ട്? അപ്പൊ നൗഷാദ് ഹസൻ ഇവരെ ശത്രുവാണെന്നും നൗഷാദ് ഹസൻ ഇവരെ സംഘടനാ ശത്രുവാണെന്നും ഇവര് പുറത്താക്കിയതാണോ ആട്ടിപ്പുറത്താക്കിയതാണെന്നും പറയുന്ന അതേ കാന്തപുരം പറയാണ്. നൗഷാദ് ഹസൻ ഇപ്പോഴും എന്തെങ്ങനെ ചെയ്യണമെന്ന് ഇപ്പൊ അറിയില്ല. ഞാൻ അയാളെ വിളിച്ചിട്ടൊക്കെ പറഞ്ഞ് അയാളൊക്കെ സമ്മതിച്ചിട്ടാണ് ഇപ്പോഴും നിർത്തി അയാൾ ചെയ്യുന്നു. അപ്പൊ അയാളിപ്പോ ഉള്ളിലാ പുറത്താ? കാന്തപുരവും ഉള്ളിലാ പുറത്താ? എന്തൊരു കഷ്ടാണല്ലേ പടച്ച റബ്ബേ. നൗഷാദ് ഹസൻ ഇത് കേൾക്കുന്നുണ്ടോന്നാവോ? അയാൾ വേണമെങ്കിൽ ചിരിച്ച് ബോധം കെട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം കാന്തപുരം നിങ്ങൾക്ക് തന്നെ കാരണം, ഒരു സംശയമല്ല ഇല്ലേ? ഇങ്ങനെ ആഴ്ചക്കാണ് അയാളെ ചിരിപ്പിച്ച് മരിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. കാരണം നൗഷാദ് ഹസൻ ഇപ്പൊ ഇത് കേട്ടെന്ന് അയാൾ ചിരിച്ച് അന്തം വിടൂലേ? കാന്തപുരം പറയാണ് അയാളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോഴും എന്താ ഇപ്പൊ മൂപ്പര് ഇങ്ങനെ കാട്ടുന്നു? അപ്പൊ ഇപ്പൊ നിങ്ങൾ ആളാണോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഈ നാടകം എന്തിനാ കളിക്കണത്? ഇതൊക്കെ പടച്ചോ നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരല്ലേ? അയാ മുഖം കണ്ടില്ല നിങ്ങള്? എന്തൊരു സന്തോഷാണ്. റബ്ബ് അയാൾ വല്ല ആണിമേ ഇരിക്കണു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാവോ? ആ സീറ്റൊന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. അത് നോക്കണേ റസൂലോ, ആ സീറ്റ് മുഖത്ത് കൊണ്ടേക്കാണ് ക്യാമറ. ആയിക്കോട്ടെ ചാല ബാക്കികൾക്ക്. അതാണ് ഒരാള് ഒരു മൗലവി പോയി കൂടി പോയി. ഇവരാരൊക്കെ പുറത്തു ഇതിലെ യോഗത്തില് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്തിനെതിരാണ് തന്നെയാണ്, ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്തിനെതിരാണ് അല്ലെങ്കിൽ ശരീഅത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും അവർ പ്രസംഗിക്കുന്നുണ്ട്. തരീഖത്തിനെതിരല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും തരീഖത്തിന്റെ ആളുകളാണ്. ഖാദിരിയ തരീഖത്തിന്റെയും റിഫാഇയ തരീഖത്തിന്റെയും നഖ്ശബന്ദിയ തരീഖത്തിന്റെയും എല്ലാം ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം. അപ്പൊ തരീഖത്തിനെതിരെ സമസ്ത ഒരിക്കലും നിൽക്കുകയില്ല. ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ തരീഖത്തിനെ എതിർക്കുകയും അതിനെ ഗണ്ണിക്കുകയും ചെയ്ത സമയം അതിനെ ശക്തിയുക്തം എതിർക്കുകയും തരീഖത്ത് വേണം എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇന്നുള്ളവരും തുടർന്നു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമസ്ത തരീഖത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുകയില്ല. തരീഖത്ത് എന്നാൽ അത് ശരീഅത്തിനോട് 100% യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. സമീപതരങ്ങളിലൊക്കെ ഓരോന്നും നോക്കിക്കൊണ്ടിട്ട് ഈ വിഷയത്ത് മുഴുവൻ മനസ്സിലാക്കുന്നത് വിശ്വാസനായ എങ്ങനെ ഇപ്പൊ കുറെ തരീഖത്തിന്റെ പേര് എന്തൊക്കെ
ഞങ്ങളെ കുറിച്ച് കള്ളം പറയാണ്. അങ്ങനത്തെ ഒരു സംഭവമല്ല. നീ കേട്ടോളി, ഇപ്പൊ ഏറ്റി പറഞ്ഞത് മുഴുവൻ പച്ച കള്ളാണ്. ഓരോ നല്ല തെരീക്കത്തേരെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പര് കള്ളം പറഞ്ഞിട്ടാണ് ഈ ഏർപ്പാട് നടത്തുന്നത്. കാരണം എന്താണ്? തങ്ങളുടെ തെരീക്കത്തിന് ഞാൻ തോന്നില്ല. തങ്ങളുടെ തെരീക്കത്ത് അക്കായ തെരീക്കത്താണെങ്കിൽ ഞാൻ തോന്നില്ല. തങ്ങളെ തെരീക്കത്ത് അക്കായ തെരീക്കത്താണെങ്കിൽ ഞാൻ ചേരൂല. ഞമ്മക്ക് ആ ഏർപ്പാടില്ല. എന്നിട്ട് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങളൊക്കെ തെരീക്കത്തേറാണെന്ന് പ്രചരിപ്പിക്കല്ലേ. പച്ചക്കള്ളം ജീവിതോപാധി മാത്രമാണത്. ഇതാരാ പറയുന്നത്? ഇപ്പുറത്ത് നേരെ ഇപ്പുറത്ത് നിങ്ങൾ കുറച്ച് ആ കോർണറിലൊക്കെയാണ് ഒരാള് കാതവരെടുക്കണ ഇടത്തെ കോർണറിൽ ഒരാൾ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അവിടുന്ന് അയാൾ ഒരു ചിരട് ഇങ്ങനെ അവിടുന്ന് കൊണ്ട് ബാക്കിക്ക് അയാളെ കയ്യിലൊരു ചിരട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിനാണ് ആ സൈഡിൽ തന്നെ മൂപ്പരെ ബാക്കിക്ക് ചിരടിട്ട് പിടിച്ചാനേ. അപ്പൊ നോക്കാം നിങ്ങൾ ഈ സൈഡിലല്ല, ഇടത്തെ സൈഡിൽ കാന്തപുരത്തിന്റെ ഇടത്തെ കജിന്റെ അവിടുന്ന് കുറച്ച് ഇങ്ങനെ പോയി നോക്കിയാൽ കാണാം ആ മൂലക്ക് ഒരാൾ ഇങ്ങനെ പങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയിപ്പിച്ച ആളാണ്. അതാണ് ഏറ്റവും വലിയ രസം. നിങ്ങൾ കണ്ടില്ലേ ഇടത്തെ സൈഡിലേ ആ കുറച്ചും കൂടി ആ ഈ സുലൈമാൻ സാഹിബിന്റെ ഇപ്പുറത്തല്ല അതാ മൂലക്ക് അതാ ആ വലിയ തലീക്കെട്ടിന്റെ അപ്പുറത്ത് ചെറിയൊരു മനുഷ്യർക്കുണ്ട്. അയാളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്തേ പറഞ്ഞു? അതിന്റെ അടിയിലൊരാളുണ്ട്. മൂപ്പറ പറഞ്ഞത് എന്ത്? ഇതിന്റെ അപ്പുറത്ത് വെച്ചോ. മൂപ്പറ പറഞ്ഞത് ഈ സംഭവം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഹാക്കാണെങ്കിൽ തന്നെ നമ്മൾ കൂടൂല. നമ്മക്ക് ഏർപ്പാടേ ഇല്ല. അങ്ങനത്തെ ഒരു സാധനം തന്നെ അള്ളാന്റെ ദുനിയാവിലുണ്ടെന്ന് വിശ്വസിക്കണ്ടേ? നല്ല ഇത് കൂടുക. ഈ 814 എത്രയാണ് അന്നാണ്ട് മേലൊക്കെ പോയതാണ്. പിന്നെ ആ ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ടില്ല. അന്നാണ് കയറിപ്പോയി. പിന്നെ ആ സാധനം ഇന്ന് വരെ തിരിച്ച് ലാൻഡ് ചെയ്തിട്ടില്ല. അത് വൺ വേ ഫ്ലൈറ്റ് ആയിരുന്നു. അതിന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ? അതുകൊണ്ട് ആ സാധനം തിരിച്ചിറങ്ങിയിട്ടില്ല എന്നാ മൂപ്പര വാദം തന്നെ. ഇതാരാ പോക്കര് കാക്ക? അപ്പൊ ഇവരാരൊക്കെ കൂടുന്നത്? ഇയാളെ നമ്മളെ സംവാദത്തിലേ അതല്ലേ, ഇയാളല്ല. മറ്റേ മുജാഹിദിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾ ഒരു കാക്കുണ്ടായിരുന്നു. അതാരാണ്? ഇതേമാതിരി കാക്കിയത്. പോട്ടെ, ഇവരൊക്കെ പറഞ്ഞിനി നമ്മൾ മറുപടിയാണ് പറയാൻ നിന്നാലൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഇനി അമീദ് ഫൈസിനെ ഇട്ടിട്ട് പറയുന്ന കാര്യം എന്റെ കയ്യിൽ വേറണ്ടേ. ആ അമീദ് ഫൈസിനെ സ്റ്റില്ലാക്കി നിർത്തിയിട്ട് അമീദ് ഫൈസിനെ ഇങ്ങനെ പച്ചക്ക് തിന്ന് അമീദ് ഫൈസ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വഹാബിയാണെന്നൊക്കെ പറഞ്ഞ വലിയ പ്രസംഗിക്കുന്ന ക്ലിപ്പുകൾ നമ്മളെ കയ്യിലുണ്ട്. കണ്ണടയൊക്കെ വെച്ച് ആ താടിയൊക്കെ നോക്കാൻ നിങ്ങൾ. ഇതൊക്കെ നമ്മളാണ് വിശദീകരിച്ചത്. ഇയാളെ ഉസ്താദാണ്, നമ്മളെ പൊന്മളന്റെ ഷെയ്ഖാണ്, പൊന്മളുടെ ഉസ്താദാണ് ഇയാള്. അതാണ് ഏറ്റവും വലിയ തമാശ. പൊന്മള എല്ലാ ഇൽമും പഠിച്ചിരിക്കണം മൂപ്പര കയ്യുന്ന. പൊന്മളന്റെ ഉസ്താദ് എന്ന പേരിൽ അഭിസംബോധന. പൊന്മളുടെ ഉസ്താദായതുകൊണ്ട് മുഷാവറിക്കാരായ യോഗം കിട്ടിയ ആളാണ് മൂപ്പര്. മൂപ്പരെ കുറിച്ചിട്ട് അഭിമുഖം എന്ന് പറഞ്ഞ പൊന്മളുടെ പുസ്തകമുണ്ട്. അതിൽ പൊന്മള പറയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കോട്ടൂർ ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഭിന്നിപ്പുണ്ടാകുന്നതുവരെ സമസ്തക്കാരനായിരുന്നില്ല. ആര്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയിൽ, പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിന്റെ സമസ്തയിൽ ബഹുമാനപ്പെട്ട അതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും വാണിയമ്പലം ഉസ്താദും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? ബാഫദ്ദീത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. കാരണം ഓരൊക്കെ വഹാബിയുള്ള ആൾക്കാരാണ്. എന്നിട്ടോ അതില്ലാത്ത ഒരു സമസ്ത ഉണ്ടായപ്പോൾ ഞാൻ സമസ്തക്കാരനായി എന്ന് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിമുഖം എന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിശദീകരിക്കുന്നുണ്ട് ഈ കോട്ടൂരിയ മൂല്യനെ കുറിച്ച്. അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പൊ കേട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഞമ്മക്കില്ല. ബാക്കിയുണ്ടെങ്കിൽ സലാത്തി എല്ലിട്ട് ദ്വയറിന് വരിക. ബാക്കി കൂടി ഫസല് വയസ്സാഞ്ചി നല്ല ക്ലാരിറ്റി അല്ലേ? എന്താ ക്ലിയർ? അതാ മൂലക്ക അതാ ഒളിഞ്ഞിരിക്കണ താഴത്തെ കണ്ടില്ല. കണ്ടോ? ആരെങ്കിലും കണ്ടോ? മൂപ്പര് പതുങ്ങിയിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഒന്നും പിന്നിലില്ലാന്ന്, ഞാനല്ല എന്ന് പറയാനാണ്. ഞാൻ പോലും ഇല്ലാത്തൊരു വേദിയിൽ ഉസ്താദ് അവർ പറഞ്ഞു. അതാ മൂപ്പർക്ക് വരുത്തുന്നത്. നിങ്ങളെ ഞങ്ങൾ കണ്ടു. എത്ര ഒളിച്ച് കളിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ കാണുക തന്നെ ചെയ്യും. മെല്ലെ 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 ഞാൻ ആകെ നോക്കുന്നതാ. എന്റെ കണ്ണായ കണ്ടു കണ്ടില്ല അല്ലെ? ഇതാണ് സംഭവം. ഇത് ഞാൻ ആകെ നോക്കിയത് മൂപ്പർ, അതായത് മൂപ്പരും കൂടി ഇല്ലാതെ അവസ്ഥ. മൂപ്പരില്ലെങ്കിൽ മൂപ്പർ പറയില്ലായി, അത് നമ്മക്കറിയാലോ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മൂപ്പര് പറയുമായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ബാക്കി കേട്ടോളി, അത് വേറെ നാൾ പിരിയാൻ നമുക്ക്. തീരുമാനം
എല്ലാവരും ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നും കൂടി ഇട്ടാണ് അതിലാ കുരുവട്ടൂരിനെയൊക്കെ പുറത്താക്കണവുമായി ബന്ധപ്പെട്ട വർത്താനൊക്കെ ഒന്നും കൂടി തിരക്കുന്ന ഒന്നും കൂടി പറട്ടെ. അതിലൊന്ന് രണ്ടെണ്ണം കൂടി നമ്മൾ പറയാൻ പറ്റും. അസലോ സ്ഥാനമാരോട് നേതാക്കളോട് ഒരു സംശയം ചോദിക്കുകയാണ്. സമസ്ത കല്യാണത്തിലുള്ള മുമ്പ് തീരുമാനിച്ച തീരുമാനമാണ് കുരുവട്ടൂർ ഹാഫിദ് അബ്ദുൽ ഹക്കീമിനെ സംബന്ധിച്ച് ഏകീകരണമായ ഒരു തീരുമാനം എടുത്തതായിരുന്നു. പക്ഷേ ഉസ്താദ് അതെല്ലാം പല സ്ഥലങ്ങളും പ്രചരിപ്പിക്കുന്നത് അത് പിന്മണിയും പേരുകൊണ്ട് ഒരു ഗൂഢതന്ത്രമായ ഒരു പരിപാടിയാണ്. ഏകാന്തമായ തീരുമാനമല്ല. നേതാക്കന്മാരിൽ പല ആളുകളും വ്യത്യസ്ത അടക്കമുള്ള ആളുകൾ അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നെല്ലാം ഞങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സമസ്തയുടെ തീരുമാനവും ഇസ്ലാമയുടെ മറുപടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തിയും ചോദിക്കുന്നത് ആരാണ്? ചോദിക്കുന്നത് ജൂനിയർ പൊന്മള, അതായത് പൊന്മളക്കാരനാണ്. പൊന്മള മെയ്തീൻകുട്ടി വാക്കവ്യോ എന്തോ പൊന്മള എന്തൊരു വാക്കവ്യോ, ആ പേര് ഞാൻ മറന്നു. ഏതായാലും പൊന്മളക്കാരനാണ്. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ പേരടിച്ചോളി. അങ്ങനെയൊന്നും അറിയപ്പെടുന്ന ആൾക്കാരൊന്നും അല്ല മുസാവറിയിലുള്ളത്. അതിൽ ആരെ മൂന്നാലാളെ നിങ്ങൾ അറിയുള്ളൂ. ഈ മോശം പറയില്ലേ? അപ്പൊ അതൊന്നും ചോദിച്ചണ്ട. അത് ഏതൊരു ഒരു പൊന്മള മെയ്തീൻകുട്ടി വാക്കവ്യോ ആരാണ്? അതിലൊന്നും കാര്യമല്ല. ബാക്കി വളർച്ചയും ഉള്ളത് തന്നെ അൽഹംദുലില്ലാ. ഈ കാലം അത്രയും ഏകകണ്ഠമായ തീരുമാനമല്ലാതെ സമസ്തയിൽ എടുത്തിട്ടില്ല. ഒരു വിഷയത്തിലും എടുത്തിട്ടില്ല. എടുത്തത് തിരുത്തി പറയുകയോ മാറ്റിപ്പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടും ഇല്ല. അതാണ് സമസ്തയുടെ വളർച്ച. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാം എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. അത് പൊന്മളയോ ഞാനോ സയ്യിദ് അലി ബാഫക്ക് തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞമ്മൂസ്യാരോ ഖലീൽ തങ്ങളോ പ്രസിഡന്റ് അവിടെ ഉണ്ട്. പ്രസിഡന്റ് ഒന്നും പറയലില്ല. അവസാനം പിന്നെ റയീസുൽ ഉലമ പൊന്മളെ ഞാനോ, പൊന്മളനെ മൂപ്പരും കൂടി മേലെ വെച്ചു കൊടുത്തു. പൊന്മളെ ഞാനോ അല്ലേ? കാരണം ചെരട് മൂപ്പര കജിലാണല്ലോ. ചെരട് മൂപ്പര കജിലാണല്ലോ. അവസാനം പറയുന്നത് ആരെ? വേറെ നമ്മളെ ഈ സുലൈമാൻ മൂരിയർ റയീസുൽ ഉലമ അവസാനാണല്ലോ. റയീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്താണല്ലോ. പൊന്മളി മൂപ്പരൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? എന്റെ കാക്ക എന്തൊക്കെ നിങ്ങൾ പറയുന്നത് ഇത് കേട്ടോ കാണികൾ. മൂസ്യാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ
അല്ലെങ്കിൽ റയീസുൽ ഉലമാ സുലൈമാൻ മുസ്തഫ തങ്ങളോ അതല്ലെങ്കിൽ കോട്ടൂർ കുഞ്ഞമ്മൂസ്യാരോ ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ റയീസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തി, ഖലീൽ തങ്ങളോ മറ്റേതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ റയീസുൽ ഉലമാ സുലൈമാൻ മുസ്ലിയാരോ അങ്ങനെ ഒരു വ്യക്തിയുടെ അഭിപ്രായമോ അഭിപ്രായത്തിനെതിരോ ഒന്നും അല്ല, ഏകകണ്ഠമായി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യാതൊരു സംശയവും അതിൽ ഇല്ല. പിന്നെ അത് ഈ പറയുന്നത് പോലെ ഈ നൗഷാദിനെ പോലെയുള്ള ആളുകളുടെ പ്രസംഗവും പ്രവർത്തനവും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഭിന്നിപ്പിക്കാനും ആ സംഘടനയിൽ പിളർപ്പുണ്ടാക്കാനും പലരും പല നിലക്കും ആക്കും. അദ്ദേഹം തന്നെ ഒരു കാലത്ത് സംഘടനാ വിരുദ്ധമായ പല കാര്യങ്ങളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയുമെല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പല കാര്യങ്ങളും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയുമെല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിക്കുകയും പറയുകയുമെല്ലാം ചെയ്ത് സമ്മതിച്ചു പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താ? എന്റെ കാക്ക അയാളെ പുറത്താക്കി പോയി. ഏത് ലോകത്തങ്ങള് നിങ്ങളാളാണ് അതെന്നെ പറയണത്. ഈ പൊന്മളിയും പേരോടും പറയണത് ഇതന്നെ നിങ്ങളാളാണ്. ഓര് പുറത്താക്കിക്കണു, നിങ്ങൾ പുറത്താക്കില്ല. നിങ്ങളെ പൂതിപ്പോഴും അയാൾ നിങ്ങളാളാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുക, നിങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുക, ഇതാ ചെയ്യണത്. ഇത് നിങ്ങളിപ്പോഴും സത്യത്തിൽ പറയണത് മൂപ്പർ നിങ്ങളാളാണ്. ഇപ്പോഴാണ് ഇപ്പൊ മൂപ്പർ നിങ്ങൾക്ക് എതിരാന്ന് പറയുന്നു. ഇത്ര ദിവസം നിങ്ങളാളേനു, ഇന്നുവരെ ഇപ്പൊ രണ്ടാമതാ പുറത്താക്കണു. ഇപ്പൊ എന്താ അയാൾ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു അറിയില്ല. അപ്പൊ മൂപ്പർ നിങ്ങളെ സംഘടനന്റെ പുറത്തായിരുന്നു കാക്ക. എന്തോ ഒരു മനുഷ്യനാണ് ഇയാള്. പേരോടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. പൊന്മള അവിടെ ഉണ്ടല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ? പുറത്തായ മനുഷ്യൻ ഇപ്പൊ എന്തെങ്ങനെ പറയണമെന്ന് അറിയില്ല. ഞാൻ വിളിച്ചു പറഞ്ഞതാണല്ലോ. ആരോട്? അപ്പൊ നിങ്ങൾ വിളിച്ച് ഇയാളോട് സംസാരിക്കുന്നുണ്ടെന്നും നിങ്ങളെ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇയാൾ കേൾക്കുന്നതെന്നും ഇതന്നെയാണല്ലോ പൊന്മളിയും പേരോടും പറഞ്ഞത്. എന്നിട്ട് ആ രണ്ട് മഹാപാവങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആരോപിക്കാൻ പറ്റുമോ? അവരെ രണ്ടാൾ ഇതുപോലെ വിമർശിക്കുന്ന നൗഷാദ് ഹസനിയങ്ങൾ മടി കയറ്റിയിരുത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഓൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറയണോ? ഞാൻ ഇടക്കൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണല്ലോ, നിങ്ങളിത് പറയുന്നുണ്ട് എന്നാണ് ആകെ പല ആരോപണങ്ങളെ കുറിച്ച്. നിങ്ങൾ ഏത് അല്ലേ? ഓ ഒരു ഫാനുള്ളൂ, ഒരു ഫാനുള്ളൂ എന്ന് പറയുന്ന പോലെ അല്ലേ? സ്പ്ലിറ്റ് എ സി ഒക്കെ ഉണ്ട്. അവിടെയാണ് ഈ തലയിൽ പടച്ചോനെ അയാൾ തലയിലൊന്നും ഇട്ടിട്ടില്ല. എത്രങ്ങാനും നേരായി അത്. ഇയാളെന്താ കോളേജ് കുട്ടിയ? കുറെ നേരമായാലും മൂപ്പർ നമ്മൾ തുടക്കം മുതൽ മൂപ്പരൊന്നും ഇടാതെയാണ് ഇരിക്കണം. അന്തം മുട്ടിങ്ങനെ മനുഷ്യ തലയിൽ എന്തെങ്കിലും മൊട്ടത്തല പുറത്ത് കാണിക്കണ്ടാന്ന്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചല്ലാണ് വല്ലാത്തൊരു ഇടങ്ങേറ് അല്ലേ? എ സിന്റെ ചൂടുകൊണ്ടാണ്. ഫാനിന്റെ നേരെ ചുവട്ടിലായിരുന്നു, എ സിയുടെ അടുത്തുമായിരുന്നു. എ സിയുടെ അടുത്തും ഫാൻ അയാളെ തലന്റെ നേരെ മേലെ ഫാൻ പറിച്ച റബ്ബേ. ഞാൻ കുറച്ച് പ്രത്താൻ എത്തി പറഞ്ഞ, പക്ഷെ നേരെ മേലെ ആ ഫാൻ അങ്ങനെ തലയിലേക്ക് വരുമ്പോ ആർക്കാണ് അമ്മാതിരി ചൂടിൽ എ സിയുടെ തണുപ്പും ഫാനിന്റെ കാറ്റും ഒരുമിച്ചുണ്ടാകുന്ന സാഹചര്യത്തിൽ ആർക്കാണ് തലയിൽ എന്തെങ്കിലും വെക്കാൻ കഴിയുക? പടച്ചവനെ. എന്നിട്ടാണ് കോട്ടൂർ ഉസ്താദിന് സുന്നീസം ഇത് രൂപത്തിൽ പറഞ്ഞത്. അല്ലോ കാണുന്നില്ലേ? ഇപ്പൊ പറയും അടുത്ത വല്ല ക്ലാസ് റൂമിൽ കേൾക്കും. ഞാൻ ഇതിങ്ങനെ തലന്റെ മേലെന്ന് കരുതിയിട്ടില്ല. കുറച്ചൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടാവും. അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. എന്തോ ഒരു കഷ്ടത ഇങ്ങനത്തെ എന്താ ഈ സംഭവം കേൾക്കിങ്ങൾ പോയതാണ്. പിന്നെയും അദ്ദേഹം ഈ വഴിക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഏകകണ്ഠമായ തീരുമാനം തന്നെയാണ്. ആർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്തിനെതിരാണ് അല്ലെങ്കിൽ ശരീഅത്തിനെതിരെ പെടുത്തുന്നു. ഇവിടെ സമസ്ത തരീഖത്തിനെതിരാണ് അല്ലെങ്കിൽ ശരീഅത്തിനെതിരാണ്
എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും അവർ പ്രസംഗിക്കുന്നുണ്ട്. തരീക്കത്തിനെതിരല്ല, ഈ ഇരിക്കുന്ന എല്ലാവരും തരീക്കത്തിന്റെ ആളുകളാണ്. ഖാദിരിയ തരീക്കത്തിന്റെയും റിഫാഇയ തരീക്കത്തിന്റെയും നക്ഷബന്ദിയ തരീക്കത്തിന്റെയും എല്ലാം ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം. അപ്പൊ തരീക്കത്തിനെതിരെ സമസ്ത ഒരിക്കലും നിൽക്കുകയില്ല. ഇവിടെ പുത്തൻ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ തരീക്കത്തിനെ എതിർക്കുകയും അതിനെ ഗണ്ണിക്കുകയും ചെയ്ത സമയം അതിനെ ശക്തിയുക്തം എതിർക്കുകയും തരീക്കത്ത് വേണം എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇന്നുള്ളവരും തുടർന്നു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമസ്ത തരീക്കത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുകയില്ല. തരീക്കത്ത് എന്നാൽ അത് ശരീഅത്തിനോട് 100% യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. 100% യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ആരും യില്ല. തരീഖത്ത് എന്നാൽ അത് ശരീഅത്തിനോട് 100% യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് ആ കാര്യം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിൽ ആമീൻ പറയലും നോക്കാം നിങ്ങൾ അല്ലേ? നിങ്ങൾ ഇടാൻ പറ്റും. അതിൽ ആമീൻ പറയലും നോക്കാം നിങ്ങൾ. ആമീൻ ഒരു മൊത്തത്തിലെ ഒരു അഭിനയം മാത്രമാണ്. മൊത്തത്തിൽ ഒരു പരിപാടിയാണ്. എന്നിട്ട് മുപ്പര ദുആ കഴിയുകയും ചെയ്തു. ഒരു ചോദ്യം ഒരു ഉത്തരം. നിങ്ങളതിന്റെ ആദ്യം തുടക്കം ഒന്നിട്ടാണ് ഇത് പറയാതെ സാഹചര്യം ഉണ്ടല്ലോ. ഈ ചോദ്യം ഞാൻ ഇപ്പൊ ചോദിക്കും, അതിനിങ്ങനെ മറുപടി പറയും. ഇതിന്റെ തുടക്കം മുതലൊന്നിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കിടെ നൗഷാദ് ഹസനി പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യമൊക്കെ ക്ലിപ്പാക്കിയിട്ട് മുഷാവറ യോഗത്തിൽ ക്ലിപ്പാക്കി. നൗഷാദ് ഹസനി പറഞ്ഞല്ലോ, AP ഉസ്താദിന്റെ അഭിപ്രായത്തിൽ AP ഉസ്താദ് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരികേശം കത്തുകയില്ല. നിങ്ങളെന്താ നിങ്ങൾ ക്ലിപ്പിടാത്തു? ഏകകണ്ഠമായ തീരുമാനമാണെങ്കിൽ നിങ്ങളെ യോഗത്തിൽ വെച്ചിട്ടൊന്ന് പറയുമെന്ന് ക്ലിപ്പാക്കി കൂടിയും. നൗഷാദ് ഹസനി രണ്ടാമത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ്, അവിടത്തേക്ക് മേലേ ഇല്ല. അതും ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ ക്ലിപ്പിടാത്തു? എന്നിട്ടെന്താ ഏകകണ്ഠമായ തീരുമാനത്തിന്റെ ക്ലിപ്പിടാത്തു? വീണ്ടും നൗഷാദ് ഹസനി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് മുറിയുകയില്ല. അത് കാന്തപുരം ഉസ്താദ് പറയുന്നുണ്ട്. കാരണം ഇപ്പോഴും തിരുകേശത്തിന് നേടില്ല, അത് കത്തുകയില്ല. അത് അവിടുത്തെ മുഅ്ജിസത്താണ്. അമാനുഷികമായ കാര്യമാണ്. അത് അമാനുഷികമായ കാര്യങ്ങൾ അത് തിരിയുന്നവർക്കേ തിരിയൂ എന്ന് AP ഉസ്താദ് പറയുന്നുണ്ട്. നൗഷാദ് ഹസനി ഏതാ പറയുന്നു? എന്താ നിങ്ങൾക്ക് അതിനെതിരെ ഏകാന്തമായ തീരുമാനത്തിന്റെ ക്ലിപ്പിടാത്തു? സംഘടനാപരമായ ഒരു കാര്യത്തിന് പോലും ക്ലിപ്പ് മുഷാവറ കൂടി ക്ലിപ്പുണ്ടാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഇത്ര വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്കിടയിൽ വളരെ പരസ്യമായി രണ്ടഭിപ്രായം ഒരേ സമയത്ത് പൊന്മള തുറന്നു പറയാണ്. AP പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂലാന്ന്, AP പറയുന്നതിനോട് ഞാൻ യോജിക്കൂലാന്ന് ബഹുമാനപ്പെട്ട ജിഷാൻമായി അവറുകളോട് പറഞ്ഞ ക്ലിപ്പല്ല, ഫോൺ ക്ലിപ്പല്ല, പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയാം. അതാ രസം. ഇത് ജിഷാൻഡാക്കിയ ക്ലിപ്പല്ല. ജിഷാൻഡാക്കിയ ക്ലിപ്പൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ ആൾക്കാർ എന്നിട്ട് പിന്നെ ആവർത്തിച്ച് പറയാം അല്ലേ? നൗഷാദ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മേലുണ്ടായിരുന്നു എന്ന് പറയുന്ന ഭാഗം ജിഷാൻമായി ഇറക്കിയ ക്ലിപ്പല്ലല്ലോ. ജിഷാൻമായി ഇറക്കിയ ക്ലിപ്പാ അല്ല. പിന്നെന്താണ്? ജിഷാൻമായി ഇറക്കിയ ക്ലിപ്പല്ല, അത് ഇവര് പ്രസംഗിക്കുന്ന പ്രസംഗാണ്. അതാ രസം. എന്താ ലത്തീഫ് എന്താ ഞാൻ മൈക്ക് വന്നാണ്
ഹലോ, അസ്സലാമു അലൈക്കും. അത് കോട്ടൂർ ഉസ്താദിന് ഒരു അസുഖമുണ്ട്, ഈ ചൂട് കൊള്ളാൻ പറ്റില്ല. ഞാൻ പുള്ളിന്റെ അടുത്തുള്ള ആളാണ്. ആള് നല്ല മനുഷ്യനാണ്, ഇവരെ ഇതിൽപ്പെട്ട പെട്ടുപോയി എന്നുള്ളേ ഉള്ളൂ. പക്ഷെ അയാൾ അധികം ഷർട്ടൊന്നും ഇടാറില്ല. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ മുമ്പൊക്കെ വന്നിരുന്ന ആളായിരുന്നു. നമ്മളെ അടുത്താണ് പുള്ളിയുള്ളത്. അന്ന് ഈ സമസ്തൊക്കെ കണ്ടാകുന്നതിന്റെ മുമ്പ് നമ്മളിട്ടൊക്കെ വലിയ ബന്ധമായിരുന്നു. ഇപ്പോഴും ബന്ധമില്ല, ആ വയസ്സിലില്ല എന്നുള്ളേ ഉള്ളൂ. ആള് അസുഖം കൊണ്ടാണ്, ഫാന് വേണം, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുള്ള ആളാണ്. ഒരു ചെറിയ അസുഖം, ചൂട് തീരെ പറ്റൂല. അതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ബൈ. ഞങ്ങളൊരു തെറ്റും ധരിച്ചാറില്ലേ? ഒരു തെറ്റും ധരിക്കാറില്ല. ചൂടുണ്ടാകുന്ന സമയത്ത് തലയിൽ നിന്ന് അത് ഊരി വെച്ചാൽ ആള് വഹാബി ആവൂലെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ആ തലയിൽ തലയെക്കെട്ടുണ്ടയച്ചാൽ ആള് വഹാബിയാണ്, ഇതാ നോക്കിയും വഹാബിനെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങൾ ഉസ്താദുമാരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന അതിനെതിരായിരുന്നു നമ്മൾ പറഞ്ഞത്. ഒരാള് മൂപ്പര തലന്റെ നേരെ മുകളിൽ പിന്നെ ഫാനുണ്ട്, അപ്പുറത്ത് എ സി ഉണ്ട്. ഇത് രണ്ടും ഉണ്ടായും കൊണ്ട് എ സിയും ഫാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും മൂപ്പർക്ക് ചൂട് താങ്ങാത്തപ്പോ മൂപ്പര് തലയിൽ കെട്ടിയില്ല. അത് വിരോധമുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞത് അതല്ല. ഒരാൾക്ക് തലയിൽ ചൂടായി, അപ്പൊ ഒന്ന് തലപ്പാവം നയിച്ചു വെച്ചു, അല്ലെങ്കിൽ നയിച്ചിട്ടൊന്ന് തൊപ്പിട്ടു, കുറച്ചു നേരം തലയിക്കെട്ടൊന്ന് നയിച്ചു വെച്ചു. പ്രസംഗത്തിന്റെ ഇടയിൽ വളരെ ശക്തമായ പ്രഭാഷണം നടത്തുന്നിടയിൽ മണിക്കൂറുകൾ കണക്കിന് പ്രസംഗിക്കുമ്പോൾ തലയിക്കെട്ടൊന്ന് നയിച്ചു വെച്ചാൽ ആളെ വഹാബിയാണ് എന്ന് ആളുകൾക്കിടയിൽ അത് കാണിച്ചുകൊണ്ട് മറ്റ് വഹാബി മൗലവിമാരുടെ ഫോട്ടോക്കൊപ്പം നിർത്തി പരിഹസിച്ച് ആക്ഷേപിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഇവിടെ പ്രവണതക്ക് അള്ളാഹു കൊടുക്കണ മറുപടിയാണിത് എന്ന് അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നുമല്ല, വേറൊന്നും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലത്തീഫറ്റുമായി എന്റെ മൈക്ക് പോകാറില്ല, ഒരു മിനിറ്റ്. കോട്ടൂർ കുഞ്ഞമ്മോലിയർ ഇപ്പൊ റമദാന്റെ മുമ്പ് പോലെ പരിപാടിയിൽ കുപ്പായിട്ടിരുന്നു. വേണമെങ്കിൽ അല്പസമയത്ത് ഞാൻ ക്യാമിൽ കാണിക്കാം. അല്ല സുന്നീസം, കോട്ടൂർ പരിപാടിയില് കോട്ടൂർ ഉസ്താദ് എന്ന് പറയുന്ന കോട്ടൂർ കുഞ്ഞമ്മോലിയര് കുപ്പായിട്ടിരുന്നു അന്ന് പറഞ്ഞത്, കോട്ടൂർ കുപ്പായിട്ടൊക്കെ ഉള്ളതെന്നുള്ളത്. അതിപ്പോ റമദാന്റെ തൊട്ട് മുന്നേ. ഒരു മിനിറ്റ്, അതിന്റെ വീഡിയോ നമ്മൾ വേണമെങ്കിൽ കാണിച്ച. ഒറ്റ മിനിറ്റ്. ഹേരോട് ഇത് കണ്ടിട്ടേക്കാരം പറഞ്ഞത് ഇടക്കിടാറുണ്ട്, ഇടക്കിടാറില്ല. ഇടാറില്ല എന്ന് പറഞ്ഞാൽ ഇടക്കിടാറുണ്ട്, ഇടക്കിടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇടക്കിടാറില്ല. അത് പറഞ്ഞാൽ ഇതാണ്, ഇത് പറഞ്ഞാൽ അതാണ് എന്നൊക്കെ മൂപ്പരക്കാരെ ഉദാഹരണം പറയുന്നത്. ഇത് കണ്ടിട്ടൊക്കെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയാൻ നിന്നാലോ പേരോടെ അല്ലേ? ഇടക്ക് മൂപ്പര് കുപ്പായിടാത്ത ആളാണ്, പക്ഷെ ഇടക്ക് കുപ്പായിടുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ മൂപ്പര് മനസ്സിലാക്കി. അപ്പോ നേരില്ല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ കോട്ടൂർ ഉസ്താദ് കുപ്പായിടൂല എന്ന് പറയുന്ന മാതിരിയായിരിക്കും. അപ്പൊ കോട്ടൂർ ഉസ്താദ് ഇടക്ക് കുപ്പായിടുണ്ടല്ലോ, അപ്പൊ റസൂലുള്ളാഹ് ഇടക്ക് നേലുണ്ടാവും. നേല് കുപ്പായം. എന്റെ കാക്ക, നിങ്ങളൊരു കഥ ഒന്ന് ആലോചിച്ചോക്കാ. നിങ്ങൾ എന്തോ ഒരു കഷ്ടാണ് ഇവരെ കഥ. ഇവരൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരാണ്. ഞങ്ങൾക്കിതിന് ആക്ഷേപം ഉണ്ടായിട്ട് പറയല്ല. തലയെക്കെട്ടൊന്ന് അയച്ചു വെച്ചു വെച്ചിട്ട് ആള് വഹാബിയൊന്നാവൂല. തലയെക്കെട്ട് അയച്ചു വെച്ചാൽ ആള് വഹാബി ആവണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. നിങ്ങൾ പറഞ്ഞതിനെ പരിഹസിച്ച് പറഞ്ഞതാണ്. അതായത് നല്ലോണം നിങ്ങളെ പരിഹസിച്ചതാണ് ചുരുക്കി പറഞ്ഞ. വേറൊന്നും അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. കോട്ടൂരിന്റെ തലയെക്കെട്ടോ കുപ്പായോ ട്രൗസറോ ഒന്നും ഞങ്ങളതിൽ ഊരി വെക്കാനോ ഉടിയിപ്പിക്കാനോ ഞങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങളെ പരിഹസിച്ചതാണ് എന്ന് തുറന്ന് പറയാണ്. വേറെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉദ്ദേശമല്ല. എന്താ ലത്തീഫ് സാഹിബ് ഇനി മൈക്കോണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ SKSFന്റെ ആൾ തന്നെയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് പുള്ളി അങ്ങനെ ഒരു നമ്മളെ ഫാമിലി ആയിട്ട് തന്നെ വലിയ ബന്ധമുള്ള ആളാണ്. അങ്ങനെ സംഗതി അതിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മളേറ്റ് വലിയ ബന്ധം എപ്പോഴും ബന്ധമുണ്ട്. അത് വേറെ നമുക്ക് പേഴ്സണലായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ. നമ്മൾ ഉപ്പാനായിട്ടൊക്കെ എല്ലാവരായിട്ടും ബന്ധമുണ്ട്. മനസ്സിലാവുണ്ടാകും. നമ്മൾ കോട്ടക്കൽ തന്നെയാണ്. കോട്ടക്കല് കുറ്റിപ്പുറം മഹല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് അവര് മൂപ്പര് സാധാരണ വീട്ടിൽ എല്ലായിടത്തും പോകുമ്പോൾ വലിയ വേദിയിലൊക്കെ അവര് ഷർട്ട് എടുത്തിട്ടുള്ളൂ. പള്ളിയിലൊക്കെ ചെല്ലി കൊടുക്കുമ്പോഴൊക്കെ പിന്നെ സാധാരണ ഷർട്ട് കുപ്പായൊന്നും ഇടാറില്ല. മൂപ്പർക്ക് ചൂട് തീരെ ശരീരത്തിന് സഹിക്കൂല. അതുകൊണ്ടാണ്, വേറൊന്നുണ്ടായിട്ടല്ല. അങ്ങനെ പറഞ്ഞാണ്. അല്ല, നിങ്ങൾ പറയുന്നത് അതിന് ഉദാഹരണം കാണിച്ചു തരികയാണ്. മറ്റൊരു പറഞ്ഞ ആൾക്ക് മനസ്സിലാവിച്ചിട്ടല്ല, സംഗതി പറയാന്ന് മാത്രം. അതുകൊണ്ടാണ് മൂപ്പര് ഇടാത്തതെന്ന് പറയാൻ, അത്രേ ഉള്ളൂ. ഓക്കെ പോയിരുന്നത്.
അല്ല നമ്മളത് അങ്ങനെ ഒരു മൂപ്പരെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മക്ക് മൂപ്പർ ഇട്ടാലും ശരി, ഇനി മൂപ്പര് കുപ്പായിട്ടില്ല, അതിന്റെ താഴത്തിലിട്ടില്ല, അതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യം, ഇതിന്റെ പേരിലൊന്നും ആളുകളെ പരിഹസിക്കരുത്. ഒരാളെ തലയിൽ കെട്ടി സാധാരണഗതിയിൽ വളരെ മാന്യമായ വേഷവിധാനങ്ങളുമായി, എന്നും ഒരു പണ്ഡിതന്റെ വേഷവിധാനവുമായി ഏത് വേദികളിലേക്ക് പോകുമ്പോഴും ബഹുമാനപ്പെട്ട നമ്മുടെ അമ്പലക്കട ഉസ്താദിനെ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ മോശമായി, അതുപോലെ അഷ്റഫ് സഖാഫി പൂക്കോട്ടൂര് തുടങ്ങിയ ആളുകളെയൊക്കെ വളരെ മോശമായ രൂപത്തിൽ ഇങ്ങനെ പരിഹസിക്കുന്നതിന്റെ വിധി നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒന്ന് തലയിൽ നിന്ന് തലപ്പാവൊന്ന് അയച്ചു വെച്ച് വേറൊന്ന് വെച്ചു, അല്ലെങ്കിൽ തൊപ്പിയെടുത്തിട്ടു, ചിലവർ തലയെ കെട്ട് ഊരിങ്ങാണ്ട് തൊപ്പിയെടുത്തിടും, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് കാറ്റ് കൊള്ളും. വളരെ ശക്തമായ പ്രഭാഷണമൊക്കെ നടത്തുന്ന ഇടയിൽ മണിക്കൂറുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനെ നിങ്ങൾ പരിഹസിക്കുന്നത് കൊണ്ട് അത് നിങ്ങളെ ഒന്ന് തിരിച്ച് കാണിച്ചു തന്നതാണ് എന്ന് മാത്രം. അല്ലെ? എങ്ങനെയുണ്ട് ആ പരിഹാസത്തിന്റെ ശക്തിനെ നിങ്ങൾക്കൊന്ന് തിരിച്ചു കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മള് നിഷാൻ മാഹിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഷാൻ മാഹി നമ്മളെ വൈസ് ചാൻസലർ പ്രതികരിച്ചു. നമ്മളെ ഐ ആം ഗോയിങ് ടു എന്നൊക്കെ പറയുന്ന ആളില്ലേ നമ്മളെ ഇംഗ്ലീഷുകാരനെ? സായിപ്പൈ ഡോക്ടർ യൂണിവേഴ്സ് ഡോക്ടറെ ചുള്ളി മൂപ്പർ പ്രതികരിച്ചു കൊള്ളു. അതല്ലേ രസം. ഫ്രഷ് ക്ലിപ്പുണ്ട്. ആരെയില്ല പോലുള്ളത്? വിശാലമായി എത്തിയോ? മൂപ്പരിത് അത് ഭയങ്കര രസമാണ്. മൂപ്പരിത് തുറന്ന് പറയണം. മൂപ്പരി കാര്യം തുറന്നു പറയണം. എവിടെയാണ് ഇപ്പൊ ഇതൊക്കെ പടച്ചറബ്? ഞാൻ തന്നെ കേൾപ്പിക്കേണ്ടി വരും. ഇതാ കേട്ടോളി. ഫസു നിങ്ങൾക്ക് അയച്ചു തന്നാല് നിങ്ങൾ ഒന്ന് സൗണ്ട് കൂട്ടിയിടുവോ? നിങ്ങൾ മൊബൈലിൽ സിസ്റ്റത്തിൽ ആക്കേണ്ടി വരണ്ടേ? ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് ഇൻഷാ അല്ലാഹ്. കേൾക്കുന്നുണ്ടോ? അല്ലെ കേൾക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് അയക്കൂല, പുസ്തകമൊക്കെ അയക്കൂല. ആർക്കും അയച്ചെന്നിട്ട് ഒരു മറുപടി ഇതുവരെ ഉണ്ടായില്ല. ഏൽപ്പിക്കാർ റൂമിൽ ചോദ്യം ചോദിച്ച വായിക്കാം. മുസ്തൂനെ അയച്ചു കൊടുത്തിട്ട് ഈ നേരം വരെ 30 ഡൗൺലോഡാക്കിയില്ല. ഉണ്ടെന്ന ബഹുമാനപ്പെട്ട ഡോക്ടറാണ്. ഓൺലൈനിൽ ചിലപ്പോൾ ഇംഗ്ലീഷായിരിക്കും സംസാരം. തർജ്ജമ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ തയ്യാറായിട്ടുണ്ട്. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ചുള്ളിക്കോട് എന്തെല്ലാം വിശേഷം? ഞാന് മുഷാവറയുടെ ചില തീരുമാനങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടു. എന്തൊരു പുതുമോസ്താദ വീഡിയോസ് ഇതൊക്കെ. അല്ല, നിങ്ങൾ അധികാരത്തെ ചോദ്യം ചെയ്തല്ലോ. കാലങ്ങളായിട്ട് മുഷാവറയുടെ തീരുമാനങ്ങൾ ഇപ്പോ ചിലര് ഒരു നടപ്പുണ്ടല്ലോ. ഇപ്പൊ സുപ്രീം കോടതി ഉള്ളിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ജഡ്ജ്മെന്റുകളൊന്നും വീഡിയോസ് ചെയ്തൊന്നും സാധാരണ പുറത്തു വരാറില്ലല്ലോ. അവര് മുൻകാല നടപടി വെച്ച് ചോദിച്ചാ എന്താ പറഞ്ഞ കേട്ടില്ല. ക്ലിയർ കുറഞ്ഞു. എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഇംഗ്ലീഷാ പറയുന്നത്. ഞാൻ ആക്കിയല്ല. അതായത് ഒരു
പിന്നെ ഒരു മുഷാവറ തീരുമാനങ്ങൾ ഇതുവരെ പതിവിന് വിപരീതമായിട്ട് അതിൽ മറ്റുള്ള തീരുമാനങ്ങളൊന്നും വീഡിയോയിൽ കാണുന്നില്ല. വേറെന്തെങ്കിലും ഈ മനുഷ്യന്റെ അന്തം ആലോചിച്ചു കാണി. നിങ്ങളെ മുഷാവറ യോഗം എന്തിനാണ് പിന്നെ ക്ലിപ്പാക്കി പുറത്തു കൊണ്ടുവന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആരാ മറ്റേ ഇയാളാക്കിയതാണോ? സുപ്രീം കോടതി നിയമിച്ചാൽ സുപ്രീം കോടതി നിയമിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ മുഷാവറ എന്താ ക്ലിപ്പാക്കി കൊണ്ടുപോയിക്കാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് അംഗീകാരം വാങ്ങണല്ലോ. എവിടുന്ന ഇയാളൊക്കെ ഏത് കോളേജിൽ നിന്ന് ഇയാളൊക്കെ ഡോക്ടറായി പഠിച്ചപ്പോ ഇയാളൊക്കെ ഡോക്ടറാണെങ്കിൽ സ്ഥിതി എന്റെക്കാരം ഒരു കമ്പൗണ്ടർ വിവരം കൂടി ആക്കില്ല അല്ലേ? ഒരു കമ്പൗണ്ടർ വിവരം കൂടി ഇല്ലാത്ത മനുഷ്യനാ ഡോക്ടറാണ് നടക്കുന്നത്. ഇയാൾ പറയാം ഒരു ആളോടൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വേണം. ആ നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടന്നു പത്രത്തിൽ കണ്ടു. പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണുന്നില്ല. ഇപ്പൊ ഹാഫിലിന്റെ വിഷയം മാത്രം വീഡിയോയിൽ ഉസ്താദ് റേഞ്ച് ഒന്ന് തെറ്റിയിരുന്ന പകരം ഉസ്താദ് ഇങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ്. എന്താ പറഞ്ഞ ഉസ്താദ് പറഞ്ഞേ? ഹലോ 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 അല്ല, ഇത് ഹാഫിലുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിലുള്ള ഒരു ചെറിയ വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിഷയം. അതേസമയത്ത് കേരളത്തിൽ എല്ലാവരും പേരോട് റഹ്മാൻ സഖാഫിയുടെ ഈ വാദത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന് മുഷാവറൊന്നും വേണ്ടിയിട്ടില്ല. അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ പേരോട് ഉസ്താദ് പ്രതികരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മുഷാവറയാണല്ലോ പിന്നെ ഈ വിഷയത്തിൽ പിന്നെ പറയേണ്ടത്. കാരണം മൂപ്പര് സെക്രട്ടറി ആണല്ലോ. എല്ലാ ഉസ്താദ് ഞാനൊരു ന്യായം ചോദിച്ചോട്ടെ. കേരളത്തിലെ വഹാബികളടക്കം കണ്ടില്ലേ നിങ്ങളെ നേതാവ് പേരോട് അടക്കം ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു മുഷാവറയുടെ ആവശ്യമില്ലേ? അതിങ്ങനെ ഇല്ലാന്ന് ഉസ്താദ് പറയാ. അല്ല, ബോധ്യപ്പെടുത്തേണ്ട ഈ സമൂഹത്തെ നിങ്ങൾ ഇതുവരെ ഏതിലൂടെയാണ് ബോധ്യപ്പെടുത്തിയത് എനിക്കറിയില്ല. ഏത് കോഡിലൂടെയാണ്? ഹാഫിലിനെതിരെ മാത്രമുള്ളത് വീഡിയോ സഹിതം വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ കൊടുക്കുന്നത്. ബോധ്യപ്പെടും എന്ന് മനസ്സിലാകുന്നവരെ അല്ല, സത്യത്തിൽ അതിന്റെ ശേഷമുള്ള പ്രസംഗങ്ങളിൽ ബോധ്യപ്പെടും എന്ന് ആളുകളെക്കാൾ ബോധ്യപ്പെടുത്തിക്കൊള്ളും. അപ്പൊ ആഫിലിനെ പുറത്താക്കിയെന്നും ആഫിൽ ആള് ശരീരത്തിന് വിരുദ്ധമാണെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടാത്തോണ്ട വീഡിയോ ക്ലിപ്പ്, മുഷാവറുടെ വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാർ അംഗീകരിക്കൊള്ളൂ. ആൾക്കാർ ബോധ്യപ്പെടുത്തപ്പെടാത്തത് കൊണ്ടും ആൾക്കാർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഇവർ പറയണത്. പൊന്മള പ്രസംഗിക്കുന്നതും പേരോട് പ്രസംഗിച്ചിട്ടും രണ്ട് സെക്രട്ടറിമാർ അല്ലെങ്കിൽ പിന്നെ ഒരു ബഹുജന യുവജന സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് പ്രസ്താവനകൾ നടത്തിയിട്ടും പ്രസംഗിച്ചിട്ടും ടി വി പറഞ്ഞിട്ടും റേഡിയോയിൽ പറഞ്ഞിട്ടും മാധ്യമങ്ങളിൽ എഴുതിയിട്ടും ഒക്കെ ജനങ്ങൾ അംഗീകരിക്കണില്ല അല്ലേ? അതിന്റെ അന്ന് തന്നെ പ്രസംഗിച്ച പ്രസംഗത്തിലും എ പി ഉസ്താദിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് പൊന്മളിയും പേരോടുന്ന പറയുന്നത്. അതിലെന്ത് യാഥാർത്ഥ്യമുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയല്ല. അതായത് അല്ല, അത് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാല് പേരോട് യാഥാർത്ഥ്യം ഉണ്ടോ? യാഥാർത്ഥ്യം ഇല്ലാതെ തുറന്നു പറയാൻ ധൈര്യമല്ലേ? യാഥാർത്ഥ്യം അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. അത് അങ്ങനെയൊന്നും പറയിപ്പിച്ചതല്ല. പറയിപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും അത് അതല്ലാതെ എന്താ പറയാത്തു? അല്ലാന്നെന്താ പറയാത്തു? അങ്ങനെ പറയിപ്പിച്ചതല്ലാന്ന് പറയാനുള്ള ധൈര്യം മൂപ്പർക്കില്ല. കാരണം ആണ് എന്ന് വെട്ടി തീർക്കാനാണ് മൂപ്പറിനെ ശ്രമിക്കണത്. വേറെ രസം. അല്ല, ഞാനിപ്പോ ചോദിക്കാൻ കാരണം പേരോട് സെക്രട്ടറിയും പൊന്മള പിന്നെ പ്രസിഡന്റ് അല്ലേ, അവര് മുഷാവറയുടെ തീരുമാനം പരസ്യമായി പ്രസംഗിച്ചിട്ട് പോലും അത് അണികൾ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? അത് യാഥാർത്ഥ്യല്ലേ? അത് യാഥാർത്ഥ്യല്ലേ ഉസ്താദേ? അല്ല ഉസ്താദ്, ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് മറുപടി പറയാതെ മൗനാകുന്ന ശരിയല്ല കേട്ടോ. അത് യാഥാർത്ഥ്യമായത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ പേരോടും പൊന്മളയും പറഞ്ഞാൽ തന്നെ അണികൾ വിശ്വസിക്കണ്ടേ?
അണികൾ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടല്ലേ മുഷാവറയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് വേണ്ടി വന്നു? ഇപ്പൊ കിട്ടും മറുപടി. പിന്നെ മൂപ്പര് കേൾക്കൂല. ഗൾഫിൽ കുളിച്ച മാതിരിയാ. ഗൾഫിൽ കുളിച്ചിട്ട് അല്ല ഞാൻ പോവാ, എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നല്ല സുഖാണ്. എങ്ങനെയൊക്കെ ഉണ്ട്? മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര മഴയല്ലേ ഇവിടെ. അങ്ങനെയല്ലേ എങ്ങനെയല്ലേ ഭയങ്കര അതല്ലേ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിരുന്നു, അലയിൽ പോയിട്ട് മറ്റേ ഇയാളെ കണ്ടു. അവിടുന്ന് ഞാൻ പിന്നെ എവിടേക്കേ പോയി, പിന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് ഉമ്മിൽക്കുവേന് പോയി. ഒക്കെ പറഞ്ഞിട്ട് വെച്ചു, എന്നാ കുഞ്ഞു പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 1000 ദിർഹം ഒന്ന് കടം തരുമോ? എന്തേ പറഞ്ഞു? എന്താ പറഞ്ഞത്? കേൾക്കണില്ല അല്ലേ. പിന്നെ മൂപ്പര് കേൾക്കൂല. ചോദ്യം ചോദിച്ച കുടുങ്ങിയപ്പോ മൂപ്പര് പിന്നെ കേൾക്കണില്ല. കുടുങ്ങിയപ്പോ മൂപ്പര് കേൾക്കില്ല. മറുപടിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയും വിശദീകരിക്കാൻ പലതും നമ്മളെ കയ്യിലുണ്ട്, അല്ലേ? ഇനിയും വിശദീകരിക്കാൻ പലതും നമ്മളെ കയ്യിലുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ ഡോക്ടർ ചുള്ളു, നമ്മളെ ഡോക്ടർ ചുള്ളുവാണത്. അയാൾ മലയാളം പറഞ്ഞത് തന്നെ വലിയ കാര്യം. സാധാരണഗതിയിൽ മൂപ്പര് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. ഇന്ന് മലയാളം പറഞ്ഞു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. നിശാന്മായി എന്തോ പുണ്യം ചെയ്തപ്പോൾ നല്ല കുട്ടിയാണത്. അല്ലെങ്കിൽ ആ ചങ്ങായി ഇംഗ്ലീഷ് തുടങ്ങിയപ്പോൾ നിശാന്മായി കുടുങ്ങിയതില്ലേ. നിശാന്മായി ഒരു ഭാഗ്യമില്ല കുട്ടി, നല്ല മനുഷ്യനാണ്. ഒരു ചാക്ക് സിമെന്റ്, അല്ലേ? അള്ളാഹു പെണ്ണിട്ടിച്ചു കൊടുക്കട്ടെ. ആ ചാക്ക് സിമെന്റ് കൊണ്ട് എന്താ തരാ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ എല്ലാവരും മനുഷ്യങ്ങളും ആലോചിക്കണേ. അല്ലെങ്കിൽ ഇപ്പൊ ഇയാൾ ഇംഗ്ലീഷ് തുടങ്ങി കൂടി മൂപ്പര് അന്തം വിട്ടില്ലേ. ഹൗ ടു ഡു ധൻ 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 എന്നൊക്കെ പറഞ്ഞ മൂപ്പര് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് തന്നെ ഭയങ്കര രസം. അപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഇനി ഇതൊന്നുമല്ല, നിശാന്മായി എത്തിയാൽ ഇൻഷാ അല്ലാഹ് കളി ഇവിടെ മാറാൻ പോവുകയാണ്. ആളെത്തിയോ? നിശാന്മായിന്റെ കണ്ട് കുറച്ച് ക്ലിപ്പുകൾ റബ്ബായി. ഞാനതല്ല, ഇവര് ഇങ്ങനെ നിന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അല്ലേ. ഈ വിളിക്കണീനൊക്കെ പാടെ നമ്മളാരും വേറെ ആരും കേൾക്കണ്ടെന്ന് വെച്ച് പറയുമ്പോൾ ഒരു അന്തം നല്ല വെച്ച് കാണി. ഇയാള് വിളിച്ചിപ്പം വിളിക്കണീനൊക്കെ ഇവര് ഇങ്ങനെ നിന്നു കൊടുക്കുന്നുണ്ടല്ലോ. മറ്റൊരു കേൾക്കണ്ട, അതിന് പറയാം. കേൾക്കാതിരിക്കാൻ വേണ്ടി കേൾക്കാതെ നല്ല പറഞ്ഞാണ് ഞാൻ. ഈ വലിക്ക് ഈ വെള്ളം കുടിച്ച് എത്തിയിട്ടുള്ള തലയിലെ വെള്ളം പറ്റിയിട്ടുണ്ടാവും. തലയിലെ ആൾപ്പാർപ്പുണ്ടെങ്കിൽ ഇതിന് നിന്നൂർക്കും ഇങ്ങനെ കുടുങ്ങാന്. ഫോൺ വിളിച്ചു. അപ്പൊ ഹലോ, എന്താ സാറല്ലേ? ആ ഫോണൊക്കെ എടുക്കണമെന്ന് ആലോചിക്കാണെങ്കിൽ ഹലോ അല്ല നിങ്ങളെ മുഷ എന്നിട്ട് പറയാം. ഫോണിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. ഇപ്പൊ 1-2 ആൾക്കാർക്ക് വിളിക്കാൻ ചിലപ്പോ വിശദമായി. ഇതൊന്നും കേട്ടാലും ഇവൽക്കൊരു കഥയില്ലാന്ന്. ഇതൊന്നും എത്ര ആയാലും ഇവർക്ക് ആള് തലയിക്കാറുണ്ട്. ഇതുപോലെ യോഗാണ്, അല്ലേ? വടി കൊടുത്തവൻ വടിയാലേന്ന് കേട്ടില്ല നിങ്ങൾ? വടി കൊടുത്തവൻ വടിയാലേന്ന് പറയുന്നത് ഇതുപോലെ യോഗാണ്. ഇതുപോലെ വടി കൊടുത്ത് അടി വാങ്ങാണ്, കുന്തം കൊടുത്ത് കുത്തു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇത് ജീവിതകാലം ഇങ്ങനെ തന്നെ കാര്യം. ഈ ഒരു പോക്ക് അങ്ങനെ പോകും. ഇതെന്താ പോയി നമ്മളെ ഫസു വീഡിയോ ഇടുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട കൊട്ടൂർ ഉസ്താദാണല്ലേ തലയിൽ ഇട്ടതും ഇടാത്തതും ഒക്കെ. ഇടാൻ വയ്ക്കായിട്ടല്ല, ആൾക്ക് ഇടാൻ വയ്ക്കുന്നില്ലതാണ്. അതാ വായിക്കളി. അത് മതി, ആൾക്കാർ കണ്ടല്ലോ. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇങ്ങനെ വെറുതെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന സംഭവം ഉണ്ടാവും. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ NP അബ്ദുറഹ്മാൻ മുസ്ലിയാർ താഴക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പാലക്കാട് ജില്ലാ കാന്തപുരം വിഭാഗത്തിന്റെ കാളിയായി അറിയപ്പെടുന്ന അലി മുസ്ലിയാരുടെ മരുമകൻ മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്. ആധുനിക സംവിധാനങ്ങൾ, ഈ ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി ക്ലിപ്പ്, അതുപോലെ തന്നെ പ്രൊജക്ടർ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഇത്ര ഏറെ പ്രഹരമേൽപ്പിച്ച ഒരു സംഘടന അള്ളാന്റെ ദുനിയാവിൽ വേറുണ്ടാവില്ല. ആധുനിക സംവിധാനങ്ങൾ ഇത്രമാത്രം പ്രഹരമേൽപ്പിക്കപ്പെട്ട ഒരു സംഘടന ഈ ദുനിയാവിൽ വേറുണ്ടാവില്ല. സത്യമാണല്ലോ ഇതിലെ. ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് ആളുകൾക്കെതിരെ ഇതൊക്കെ പ്രയോഗിച്ച് പരിഹസിച്ച്
ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കെതിരെ, ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർക്കെതിരെ അരയും മുടിയും അരയും വാലും ഒക്കെ മുറിച്ചും ക്ലിപ്പുകളാക്കി യോജിപ്പിച്ച് ഇല്ലതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞുണ്ടാക്കിയ മനുഷ്യന്മാരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് ആലോചിക്കുക നിങ്ങൾ. ഇഷാൻമായി പുതിയ ക്ലിപ്പുമായിട്ട് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ, നമ്മുടെ ക്ലാസ് റൂമിൽ നിമിഷങ്ങൾക്കകം വരുമെന്നാണ് ജാഫർ സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വന്നാൽ നമുക്ക് പുതിയ ചർച്ചകളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. മുഹമ്മദ് യാമന്തളിയും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർനെറ്റ് സംവിധാനം അദ്ദേഹത്തിന് ശരിയായ ഉടൻ അദ്ദേഹം ക്ലാസ് റൂമിൽ വരും എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. മുഹമ്മദ് യാമന്തളിയും ജിഷാൻമായും ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം അല്ലേ? അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതൊന്നും മറക്കരുത്. തല മുതലൊരു തല വരെ മറക്കരുത്. ഇവരുടെ ഈ മുഷാവറയിൽ അവർ പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് ക്ലിപ്പ് സഹിതമാണ് നമ്മൾ ബോധ്യപ്പെടുത്തിയത്. ക്ലിപ്പ് സഹിതം ഇവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി, ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് ആദർശപരമായ കാര്യങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തെളിയിക്കുന്ന, കാന്തപുരം പറഞ്ഞതിന് എതിരാണ്, അത് ഞാൻ അംഗീകരിക്കൂല എന്ന് നാവ് കൊണ്ട് വളരെ വ്യക്തമായി, അല്ലേ, വളരെ വ്യക്തമായി വളരെ ശക്തമായ ഭാഷയിൽ ആര് പറയാം? ആരാ പറഞ്ഞത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ വാദം ഞാൻ അംഗീകരിക്കൂല. ഉപരോപര പണി എന്താ വെച്ചാൽ നോക്കട്ടെ, അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ല, കത്തുക തന്നെ ചെയ്യും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി നേരില്ല എന്ന അമാനുഷികത, അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഇന്നും തിരുകേശത്തിന് അമാനുഷികതയുണ്ട്. അത് നേലുണ്ടാവുകയോ കത്തുകയില്ല. മോയിസത്ത് മുറിഞ്ഞു പോയിക്കൊടുക്കാക്ക ആര്? പൊന്മള. എന്താന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ കഥ. എന്നിട്ട് ഇപ്പോൾ പറയാം ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമല്ല, വളരെ ഒറ്റക്കെട്ടായ കാര്യങ്ങളാണ് ഞങ്ങളെ തീരുമാനങ്ങൾ. എന്നിട്ട് പറയാം ഞങ്ങളൊക്കെ തെരീക്കത്തേരാണ്. ഭയങ്കര തെരീക്കത്തല്ലേ, ഭയങ്കര രസമല്ലോ തെരീക്കത്ത്. ഞങ്ങൾ ജസ്റ്റിയാണ് ഓരോരോ നോണ പറയണം. ഇതൊക്കെ പച്ചക്കള്ളം പറയണം. ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പച്ചക്കള്ളം പറയണം. ഇതൊക്കെ ഉസ്താദ്മാരെ കുറിച്ചിട്ട് പച്ചക്കള്ളം ഉണ്ടാക്കി പറയണേ. ഹക്കായ തെരീക്കത്ത് തന്നെയാണെങ്കിലും ഇന്ന ഏർപ്പാടിന് കിട്ടൂല, ഞാൻ കൂടൂലാം, ഞാൻ ചേരൂലാം. ഹക്കായ തെരീക്കത്ത് ഇപ്പൊ തങ്ങളെന്നെ കൊടുത്താലും ഉള്ള തങ്ങളാണ് അള്ളാഹുവായാലും ഓരോ അന്നത്തെ ഓരോ അധ്യക്ഷനെ ആരാണെങ്കിൽ അയാൾ ആ തങ്ങൾ തന്നെയാണ് ഹക്കായ ഒരു തെരീക്കത്ത് കൊണ്ടു വന്നാലും ഇന്നതിന് കിട്ടൂല. ഈ മനുഷ്യനെ കുറിച്ചിട്ടാണ് ഇവര് പറയണത്. മൂപ്പര് തെരീക്കത്തേരനാണ്. ഇവിടെ എല്ലാവരും ഫുള്ള് ഇവിടെ ടോട്ടൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ള ആ മറ്റേ ബൈലക്സിയറിനും അതിൻ്റെ ഉള്ളിൽ നിൽക്കണ ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആ പാൻറ്റേരും ആ നിൽക്കണ മൂല്യന്മാരും പൊന്മള അബ്ദുൽ ഖാദർ മൂല്യരും എല്ലാ ദൈവബന്ധികളും എല്ലാ ആൾക്കാരും അവരൊക്കെ ഭയങ്കര തെരീക്കത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ കൊട്ടൂരൊക്കെ തല എങ്ങനെ താത്തി വെക്കുന്നുണ്ട് പാവം. എന്റെ പൊന്മണ്ണെ കുറിച്ചിട്ടാണ് ഒരാൾ പറയുന്നത് ആലോചിച്ചിട്ടേക്കാരെ. ഇതൊക്കെ മുറിച്ചിന പൊന്മള മൊയ്ജിദത്ത് മുറിച്ചു, ദർബിയത്ത് മുറിച്ചു, പൊന്മള മുറിച്ചാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചേക്കാണ് നിങ്ങൾ. മൂപ്പരൊരു മുറിയ മൂല്യരാന്ന് തോന്നുന്നില്ലേ? മൂപ്പരൊരു മുറിയ മൂലം എല്ലാതും മൂപ്പരും ഇങ്ങനെ മുറിക്കും. ആ ഏർപ്പാടാ മൂപ്പർക്ക്. ദർബിയത്ത് മുറിക്കുക, അല്ലേ, മൊയ്ജിദത്ത് മുറിക്കുക, ഇതാണ് മൂപ്പര ഏർപ്പാട്. മൂപ്പര ഒരു കട്ടിമാഷാന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ അങ്ങനെ അതാണ് മൂപ്പര ഏർപ്പാട്. ഇതിനു മുമ്പ് മൂപ്പര് തെരീക്കത്തും ദർബിയത്ത് മുറിഞ്ഞു പറഞ്ഞിട്ടാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തെരീക്കത്ത് മുറിഞ്ഞു പോയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് മോചിതത്തും മുറിഞ്ഞു. ഇത് പറയുന്നത് നമ്മൾ അന്ന് കരുതിയിട്ടില്ലല്ലോ. പക്ഷെ സത്യത്തിൽ അത് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതും മുറിഞ്ഞു എന്ന് പറയുന്നത് വലിയ അതും ഇതും തമ്മിൽ വലിയ ഒരു വ്യത്യാസമൊന്നുമില്ല. എവിടെ ജിഷാൻമതി മായി യാഫർ മന്നിയിൽ വരുന്നുണ്ടോ? ജിഷാൻമായി എത്തിയോ? 15 മിനിറ്റിനുള്ളിൽ ഇൻഷാ അല്ലാഹ് ജിഷാൻമായി എത്തും. 10-15 മിനിറ്റിന്റെ ഉള്ളിൽ ജിഷാൻമായി നമ്മുടെ ക്ലാസ് റൂമിലെത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പൊടിപൂരമായിരിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. നമ്മൾ അതിന്റെ മുമ്പുള്ളൊരു ഒരു 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 ചെറിയ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനി വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നത് ക്ലിപ്പുകളുടെ മാലപ്പടക്കായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ
അതിനോട് കൂടെ മുഹമ്മദ് യാമന്തളിയും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരെയിരുന്നു എന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ അല്ലേ? ആരെയിരുന്നു ദിശാൻമായി? സുഹൃത്തുക്കളെ, നിങ്ങളെ ഇസ്ലാമിക് മീഡിയ എന്താണ് ഇപ്പൊ പുതിയ റൂമിന്റെ പേര്? IMM എന്താണ്? ഉമ്മോ? നിങ്ങളെ ഉമ്മുണ്ടല്ലോ, നിങ്ങളെ ഉമ്മുണ്ടല്ലോ. എന്താ പോലെ റൂമിന്റെ പേര് ഇമ്മോ? എന്താ പോലെ പുതിയ റൂമുണ്ടല്ലോ IMM ഉമ്മു. ഒരു റൂമുണ്ടല്ലോ പോലെ, എന്താണ് അതിന്റെ പേര്? അമ്മു. നിങ്ങളെ ഉമ്മുണ്ടല്ലോ, നിങ്ങളെ ഉമ്മുവിന്റെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ഗ്ലോബല്, അതിന്റെ ആ ഇമ്മൂന്റെ മാപ്പിള ഉണ്ടായിരുന്നില്ലേ മൂപ്പര്, നമ്മളെ മറ്റാള് ഗ്ലോബൽ SGV, ആ ജീവി ഉമ്മുവിന്റെ ജീവി, ആ ജീവിന്റെ ആന ഇമ്മു, ഇമ്മു, അതിന്റെ ചെയർമാനായിരുന്നു ജിഷാൻമായി. നിങ്ങളെ ഉമ്മുവിന്റെ ചെയർമാനായിരുന്നു ജിഷാൻമായി. ആ ജിഷാൻമായി ഇപ്പൊ എവിടെ? ജിഷാൻമായി ആണ്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ജിഷാൻമായി പുലിക്കുട്ടി, ആനക്കുട്ടി എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തൊക്കെ പാടോ. ജിഷാൻമായിന്റെ ക്ലിപ്പ്, ജിഷാൻമായിന്റെ അങ്ങനത്തെ ക്ലിപ്പ്, ജിഷാൻമായിന്റെ അങ്ങനെ. പിന്നെ അവസാനം ഒരു തോറ്റ് പൊപ്പിട്ടിട്ട് അവസാനം ജിഷാൻമായി കുളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ഒരു ജിഷാൻമായിയുടെ ക്ലിപ്പ് ഉണ്ടാക്കിവിടാം. എന്താ ജിഷാൻമായി അവർക്ക് എതിരെന്നെ പറയേണ്ടത്? എതിര് പറഞ്ഞ ക്ലിപ്പ് പറഞ്ഞിട്ട് ആളെ കിട്ടായിട്ടേ അതൊക്കെ കേട്ട് കുറച്ചൊന്ന് തീർത്തുകൊള്ളു. പയ്യോടെ ജിഷാൻമായിക്ക് ഫോൺ ചെയ്യാം. എന്നിട്ട് ജിഷാൻമായി ഇവർക്ക് എതിര് പറയുന്ന ക്ലിപ്പ് ഇടുക. ജിഷാൻമായി എതിര് പറയുന്ന ക്ലിപ്പ് ഇട്ടിട്ട് ജിഷാൻമായിയുടെ ക്ലിപ്പ് പറഞ്ഞിട്ട് എന്തൊരു കഷ്ടാണ്. ജിഷാൻമായിക്ക് അനുകൂലം ഇവര് പറയാം. അതായത് ഇവരെ സംഘടനക്ക് എതിരെ ഇവര് പറഞ്ഞ ക്ലിപ്പ് ഇട്ടപ്പോ ജിഷാൻമായി ഓരോ സംഘടനക്ക് എതിരെ പറയുന്ന ക്ലിപ്പ് പോലെ തന്നെ ഇടുക. ഇങ്ങനെയൊക്കെ ഓരോ സംഭവം. മുഹിയുദ്ദീൻ അൽ അസ്ഹരി ഉസ്താദ് അവറുകൾ നോക്കണോ?